മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മിക്ക് വെച്ച കെണി കണ്ണനും മാർക്കോയും കൂടി ഒതുക്കി മടക്കി നമ്മുടെ മാർക്കോയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. മാർക്കോയുടെ കയ്യിൽ നിന്നും തല്ല് വാങ്ങി എണീറ്റ് നിൽക്കാൻ പോലും ആകാതെ നിൽക്കുന്ന മേഘനെ ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. എന്തായാലും നമ്മുടെ മഹാലക്ഷ്മിക്കും കണ്ണനും അതുപോലെ ലേഖയ്ക്കും ബാലേന്ദ്ര സാറിനും ഒക്കെ മനസ്സിലാകുന്നുണ്ട് കൂട്ടത്തിലെ ചതിയൻ ആരാണെന്നുള്ള കാര്യം. മുമ്പൊരിക്കൽ വാമദേവൻ അമ്മാവനും ഉണ്ണിയും കൂടി ചേർന്ന് തട്ടിളക്കി മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും ആരാണ് ആ കെണി ഒരുക്കിയെന്നുള്ള കാര്യം മാത്രം മനസ്സിലാകുന്നില്ലായിരുന്നു. കൃത്യമായിട്ട് ശമ്പളവും മറ്റ് അലവൻസും കൊടുത്തിട്ടും തങ്ങളുടെ ജോലിക്കാർ തന്നെ തങ്ങളെ ചതിക്കാനും അല്ലെങ്കിൽ തങ്ങളുടെ ജീവൻ എടുക്കാനും നടക്കുന്നു എന്നുള്ളൊരു കാര്യം ഉൾക്കൊള്ളാനാകുന്നതല്ല കണ്ണനും മഹാലക്ഷ്മിക്കും. അതുകൊണ്ട് തൽക്കാലം ഉടനെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ണനായിരിക്കും മഹാലക്ഷ്മിക്ക് ഇൻഫർമേഷൻ ചോർത്തി കൊടുത്തതെന്ന് മനസ്സിലാകും. അതുകൊണ്ട് തൽക്കാലം ഉടനെ വേണ്ട എങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ചതിയനായ ജോലിക്കാരനെ പണിസ്ഥലത്തുനിന്ന് ഒഴിച്ചുവിടാൻ തീരുമാനിക്കുന്നു. എന്തായാലും മഹാലക്ഷ്മിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടല്ല വന്നേ എന്ന രൂപത്തിനാണ് മാർക്കോയും മേഘൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മാർക്കോ എന്തുകൊണ്ടാണ് തന്നെ തല്ലിയെന്നുള്ള കാര്യം കണ്ണനോട് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം മേഘൻ. കാരണം കണ്ണൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, മലയ്ക്ക് പോയ കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തതിൻ്റെ പേരിനാണ് ഇപ്പം മാർക്കോയും കൂട്ടരും എന്നെ തല്ലി ശരിയാക്കിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഉണ്ണി നമ്മുടെ മഞ്ജുവിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല രൂപത്തിൽ മഞ്ജുവിനെ വശത്താക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും മഞ്ജുവിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ഉണ്ണിക്കാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ജോലിസ്ഥലമൊക്കെ കണ്ട നമ്മുടെ ലേഖയും മഹാലക്ഷ്മിയും കൂടി മഞ്ജുവിനെ കാണാനായിട്ട് അവളുടെ ക്യാബിനിലേക്ക് പോകുന്നുണ്ട്. ഉണ്ണി ഇരിക്കുന്ന ക്യാബിനിൽ ഇപ്പം മഞ്ജുവിനാണല്ലോ ജോലി കൊടുത്തിരിക്കുന്നത്. ശമ്പളത്തിൽ മാറ്റമൊന്നും വരുത്തില്ലെങ്കിലും ജോലി പൊസിഷൻ ഒരുപാട് താഴേക്കാക്കിയിരിക്കുന്നു ഉണ്ണി. എങ്കിലും മഹാലക്ഷ്മിയും കണ്ണനും അധികം താമസിക്കാതെ നിയമപരമായിട്ട് വേർപിരിയും എന്നുള്ളൊരാഗ്രഹത്തിൽ, അല്ലെങ്കിൽ മഹാലക്ഷ്മി തീർന്നു കഴിഞ്ഞാൽ ഇനി കണ്ണൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ട് കരുണയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. എങ്കിൽ തന്നെയും മഞ്ജു അവിടെ ഇരിക്കുന്നത് ഉണ്ണിക്ക് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും മഞ്ജുവിനെ അവിടുന്ന് മാറ്റാൻ എൻ്റെ ജീവൻ പോലും എടുക്കാൻ മടിയില്ലാത്ത ഒരു ദുഷ്ടനായി മാറിയിരിക്കുന്നു. കരുണയേട്ടത്തെ കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ണിയേട്ടൻ എന്നൊക്കെ പറയുമ്പം ലേഖയും അതുപോലെ മഹാലക്ഷ്മിയും ഞെട്ടുന്നുണ്ട്. ഒരു മനുഷ്യൻ സ്വത്തിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ക്രൂരരാകുമോ എന്നാ ഞാൻ ചിന്തിക്കുന്നേ എന്ന് നമ്മുടെ ലേഖ പറയുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അതല്ല അതിനപ്പുറം വേണമെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ കണ്ണേട്ടന് ചുറ്റുമുള്ളവർ. ആ സമയത്ത് എന്തായാലും മഹാലക്ഷ്മി ഏട്ടത്തേക്ക് പ്രഗ്നൻ്റ് ആണെന്നും ആ കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണേട്ടനാണെന്നുള്ള സത്യം മറച്ചു വെക്കാൻ തോന്നിയത് നല്ല ബുദ്ധിയാണെന്ന് ഞാൻ പറയൂ. അല്ലായിരുന്നെങ്കിൽ എല്ലാവരുടെയും ശ്രമം ഇപ്പം മഹാലക്ഷ്മി ഏട്ടത്തിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിരുന്നു. ഞാൻ ശരിക്കും പ്രഗ്നൻ്റ് അല്ലെങ്കിൽ പോലും എൻ്റെ വയറ്റിൽ വളരുന്ന സാഗരേട്ടൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച ദുഷ്ടരാണ് എൻ്റെ സ്വന്തം അമ്മയും അതുപോലെ കരുണയേട്ടത്തിയും. അങ്ങനെയൊക്കെ ഇരിക്കെ ഇത് തന്നെ ഏറ്റവും നല്ലതെന്ന് മഞ്ജു പറയുന്ന സമയത്ത് അതുകൊണ്ടല്ലേ അകന്നു നിൽക്കുന്നതിൻ്റെ വേദന സഹിച്ചായാലും ഞാനും കണ്ണേട്ടനും രണ്ടിടത്ത് താമസിക്കുന്നതെന്ന് മഹാലക്ഷ്മിയും പറയുന്നു. അതേസമയം മുത്തശ്ശിയാണെങ്കിൽ കണ്ണന് സ്പെഷ്യൽ ഫുഡൊക്കെ തയ്യാറാക്കുന്നു. എങ്ങനെയെങ്കിലും കണ്ണൻ്റെ സ്നേഹം പിടിച്ചു പറ്റുക എന്നതാണ് ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മുത്തശ്ശിയോട് നമ്മുടെ മോഹിനിയമ്മ ചോദിക്കുന്നുണ്ട്, പതിവില്ലാതെ ഇത്രയധികം പലഹാരങ്ങൾ കണ്ണന് വേണ്ടി ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. സ്നേഹം പിടിച്ചു പറ്റി കണ്ണൻ്റെ മനസ്സിൽ വിഷം കുത്തി നിറക്കാൻ വേണ്ടിയിട്ടല്ലേ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുന്നേ. ആ നടി അത് തന്നെയാ. നിൻ്റെ മോൾ കണ്ണനോട് ചെയ്ത ദ്രോഹമൊന്നും ഞങ്ങളാരും അവനോട് ചെയ്തിട്ടില്ല. നിങ്ങളാരും ചെയ്തിട്ടില്ലേ? നിങ്ങളുടെ മോൻ കാരണമല്ലേ കണ്ണൻ ഇപ്പോൾ വീൽ ചെയറിലിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞൊന്ന് ഓർമ്മിപ്പിക്കുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ നാവ് വായിലടയ്ക്കുന്നുണ്ട്. അതേസമയം പ്രതാപൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നു, വിശ്വാസവഞ്ചന കാണിച്ച ഭാര്യയെ ഒരു ഭർത്താവും കൂടെ നിർത്തത്തില്ല. അതിന് നീ ഞങ്ങളോട് വഴക്കിന് വന്നിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോളെ പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങളാരും എന്തു പറഞ്ഞാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ തള്ളി പറയില്ല എന്ന് പറഞ്ഞു പോകുന്ന സമയം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോട് പറയുന്നത്, അവൾ എങ്ങനെ തള്ളി പറയാനാ, അവൾക്കുള്ള ജീവനല്ലേ ആ മോള്. കരുണമോളെ അവൾ തന്നെ പ്രസവിച്ചാണെന്ന് പല സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള മോളെ അവൾ തള്ളി പറയോടാ. എന്തോന്നും ആവട്ടെ, അമ്മ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. നമുക്കിപ്പോൾ തന്നെ കമലേശ്വരത്തേക്ക് പോകണം. അങ്ങനെ കമലേശ്വരത്തേക്ക് മുത്തശ്ശിയും പ്രതാപനും എത്തുമ്പോൾ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു നമ്മുടെ സ്വാതി കണ്ടത് മുത്തശ്ശിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. കണ്ണനെ ജീവന് തുല്യം സ്നേഹിച്ച, കണ്ണൻ്റെ നന്മ ആഗ്രഹിച്ച എല്ലാവരും വിട്ടുമാറി പോകുമ്പോഴത്തേക്കും സ്വാതി ആ വീട്ടിൽ വന്നു ചേരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. സ്വത്താണ്. ആ സ്വത്ത് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈക്വലായിട്ട് വീതിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നു. മോള് കണ്ണൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് തന്നെ വന്ന് മഹാറാണിയെ പോലെ വാഴണം. അത് കാണണം ഈ മുത്തശ്ശിക്ക്.
മുത്തശ്ശിയുടെ ആ ആഗ്രഹം അധികം താമസിക്കാതെ നടക്കുമെന്നാ മേഘേട്ടനും പറയുന്നേ എന്ന് കരുണമോള് പറയുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. എൻ്റെ മോളുടെ മുഖത്ത് എന്തൊരു സന്തോഷാ. ഈ മുത്തശ്ശിക്ക് സന്തോഷമായി. അത് തന്നെ അമ്മ എനിക്കും പറയാനുള്ളത്. ഞാനും അത് തന്നെ ഇപ്പം മനസ്സിൽ വിചാരിച്ച എൻ്റെ കുഞ്ഞിൻ്റെ മുഖം എത്ര നാൾക്ക് ശേഷം ഒന്ന് സന്തോഷത്തോടെ കണ്ടത്. ആ സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നടന്ന എല്ലാ കാര്യങ്ങളും കണ്ണനെ വിളിച്ചറിയിക്കുന്നു. അപ്പം മേഘന് കിട്ടിയ തിരിച്ചടി കേട്ടിട്ട് കണ്ണനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കാം.